വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. അപ്പം നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എപ്രകാരമായിരുന്നു? അതായത് അതിൽ 395 അനുച്ഛേദങ്ങളും 22 ഭാഗങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന രൂപം കൊണ്ടത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ആ നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? കുട്ടികളുടെ അവകാശ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1989 ആണെന്ന് ഓർത്തുവെക്കും. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത് ഏത് കേസിന്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിന്യായത്തിലാണ് സുപ്രീം കോടതി ഇപ്രകാരത്തിൽ അഭിപ്രായപ്പെട്ടത്. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യം ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമായ ദളിത് എന്നത് ആദ്യം ഉപയോഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ജ്യോതിറാവ് ഫുലെ. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം? അപ്പൊ ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമായ ഘടകങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം മുതലായവയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം മുതലായവയാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ഡോക്ടർ MS സ്വാമിനാഥനായിരുന്നു. 1970 സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആരാണ്? 1970 സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനാണ് നോർമൻ ബോർലോഗ്. 1970 സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആരെന്നറിയപ്പെടുന്നു? നോർമൻ ബോർലോഗിനാണ് 1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹം ഹരിത വിപ്ലവത്തിന് പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണെന്ന് ഓർത്തുവെക്കും. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്, UN ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യ കണക്കാക്കാനുള്ള പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. അപ്പൊ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്, അതുപോലെ UN ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യം കണക്കാക്കാനുള്ള പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇനി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. അപ്പൊ സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതി ഏതാണ്? ജീവനം പദ്ധതി. അപ്പൊ ജീവനം പദ്ധതി എന്ന് പറയുന്നത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതിയാണ് ജീവനം പദ്ധതി. ഇനി 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണാണ്. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി അറിയപ്പെടുന്ന പേര് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. അടുത്ത, കേരളത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പോഷൻ ശക്തി നിർമ്മാൺ പദ്ധതിയിൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ്. അതുപോലെ കേരളത്തിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി സുഭിക്ഷ കേരളം പദ്ധതി എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പൊ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1998 മെയ് 17 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു
വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത കേരളം. അപ്പൊ വിശപ്പുരഹിത കേരളം എന്ന് പറയുന്നത് പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-18 മുതൽ കുടുംബശ്രീയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. അപ്പോൾ വിശപ്പുരഹിത കേരളം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്ന് നടത്തുന്ന പദ്ധതിയാണ്? കുടുംബശ്രീയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 2017-18 മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത്. ഇവിടെ പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ വിശപ്പുരഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നാണ് ലക്ഷ്യം. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098 എന്നുള്ളത്. 1098 ആണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. ഈ ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1090. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്ത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ശുപാർശ 1957 കമ്മിറ്റി ഏതാണ്? അപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനവും അതുപോലെ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്ത 1957 കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. അപ്പൊ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്തുകൊണ്ട് 1957 നിലവന്ന കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ഭരണഘടനാ സാധ്യതയും ശുപാർശ 1978 കമ്മിറ്റി ഏതാണ്? അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ ഭരണഘടനാ സാധ്യതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. എത്ര തരത്തിലെ നഗരപാലിക സംവിധാനമാണ് 74 ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്യുന്നത്? അപ്പോൾ 2 തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റികൾ, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. അപ്പം എത്ര തരത്തിലുള്ള നഗരപാലിക സംവിധാനമാണ് 74 ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്തത്? 2 തരത്തിലുള്ള നഗരപാലിക സംവിധാനമാണ് 74 ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളുമാണ് അതിൽ വരുന്നത്. 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്ര ശതമാനമായി ഉയർത്തി? അപ്പം 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ 2005 ആ ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾ അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എത്ര ശതമാനമാക്കി ഉയർത്തി? 50% ഉയർത്തി. ഇപ്പൊ 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവെക്കുന്നത്? അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% ഉയർത്തി. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതത്തിൽ എത്ര ശതമാനം തുകയാണ് സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി നീക്കിവെക്കുന്നത് വെച്ചാൽ 10%. ഭൂപടങ്ങളെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത ഏതാണ്? കൃഷിയിടങ്ങളാണ് ഭൂപടങ്ങളെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഭൗതിക സവിശേഷത. ISR വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനം ഏതാണ്? ISR വികസിപ്പിച്ചെടുത്ത ഭൂപട നിർമ്മാണ സംവിധാനമാണ് ഭുവൻ. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഏതിനത്തിൽ പെടുന്നു? വികസന ചെലവ് ഇനത്തിലാണ് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് ഉൾപ്പെടുന്നത്. മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവയെ നേരിടാൻ ചെലവുകൾ ഏതിനത്തിലാണ് വിലയിരുത്തുന്നത്? മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവ നേരിടാൻ ചെലവുകൾ വികസനേതര ചെലവിലാണ് ഉൾപ്പെടുന്നു. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള സർക്കാർ ചെലവ് വികസന ചെലവിൽ ഇനത്തിൽ ഉൾപ്പെടുത്തുന്നു. അതിൽ മഹാമാരികൾ, പ്രകൃതി ദുരന്തം എന്നിവ നേരിടുന്ന ചെലവുകൾ വികസനേതര ചെലവിലാണ് ഉൾപ്പെടുത്തുന്നത്. കെട്ടിട നികുതി ഏതിനും നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് കെട്ടിട നികുതി. അടുത്തത് സ്റ്റോക്ക് മാൻഡെവില്ലെ ഗെയിംസ് എന്ന് തുടക്കത്തിൽ വിളിക്കപ്പെട്ട കായികമേളയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? ദി സ്റ്റോക്ക് മാൻഡെവില്ലെ ഗെയിംസ് എന്ന് തുടക്കത്തിൽ വിളിക്കപ്പെട്ട കായികമേളയുടെ ഇപ്പോഴത്തെ പേര് പാരാലിമ്പിക് ഗെയിംസ് ആണ്. പാരാലിമ്പിക് ഗെയിംസ് നേരത്തെ അറിയപ്പെട്ടത് ദി സ്റ്റോക്ക് മാൻഡെവില്ലെ ഗെയിംസ് എന്നാണ് അറിയപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കര വില്ലേജിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? മുംബൈയിലെ ജൂഹു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം.
ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട കാലയളവ് അറിയപ്പെടുന്നത് നക്ഷത്രമാസമാണ്. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട കാലയളവ് അറിയപ്പെടുന്നത് നക്ഷത്രമാസം എന്നാണ്. ഒരു നക്ഷത്രമാസം എന്നറിയപ്പെടുന്നത് എത്ര കാലയളവാണ്? ഏകദേശം 27.3 ദിവസമാണ് ഒരു നക്ഷത്രമാസം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രന്റെ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ എടുക്കുന്ന കാലയളവ് എന്ന് പറഞ്ഞാൽ നക്ഷത്രമാസമാണ്. ഒരു നക്ഷത്രമാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 27.3 ദിവസമാണെന്ന് ഓർത്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഉടനെ തന്നെ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ ഫ്രം മീ. താങ്ക് യു.